മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വയ്യാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിനു മുൻപേ ചെന്നു കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യാണ് പിതാവേ. ഹല്ലേലൂയ. പ്രഭാതത്തിൽ കർത്താവ് നൽകപ്പെട്ട വചനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, വചനത്തെ അപ്പന്റെ കരങ്ങളിൽ തരികയാണ് പിതാവേ. ഹല്ലേലൂയ. ഇതിന്മേലുള്ള സകല വിടുതലുകളും ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ, കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ, ദേശത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ, പട്ടണത്തിന്മേൽ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടുമാറാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, നാവോട് ദരത്തോട് കൂടെ ഇരിക്കണമേ, ആത്മാവിന്റെ മറവിൽ മറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. വചനം പ്രസ്താവിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ദൈവത്തിന്റെ വലിയ കരം കൂടെ ഇരിക്കണം. ആത്മാവിൽ തന്നെ ആയിരിക്കാൻ സ്വർഗം കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്ന് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. സർവമാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ശമൂവേൽ ബാലൻ യഹോവയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വഴിയാ ആമേൻ വയ്യാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്നു കിടന്നു. ഹല്ലേലൂയ. നോക്കണമേ ദൈവ പൈതലേ. ഹല്ലേലൂയ. വചനം പറയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ശമൂവേൽ ബാലനെ കുറിച്ച്. ആമേൻ. ഹന്ന ദീർഘകാലം മക്കളില്ലാതിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് ലോർഡ്. ഹല്ലേലൂയ. പെനീലയുടെ കുത്തുവാക്കുകൾ കേട്ട് ആമേൻ അവൾ ഹല്ലേലൂയ പലപ്പോഴും ദൈവസന്നിധിയിൽ ചെന്നിരുന്ന വിതുമ്പി വിതുമ്പി കരയാറുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീർ ധാരധാരയായി ഒഴുകാറുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ ആമേൻ അവൾ ദേവാലയത്തിൽ ചെന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ നിയന്ത്രണം വിട്ട് ദൈവസന്നിധിയിൽ കരയുകയും വിതുമ്പുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ ഏലി പുരോഹിതൻ പറഞ്ഞു, നിന്റെ ഉള്ളിലായിരിക്കുന്ന വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറയുവാനിടയായി. പഴയ നിയമ കാലങ്ങളിൽ ഹല്ലേലൂയ സ്ത്രീകൾ വീഞ്ഞ് കുടിക്കുമായിരുന്നു. ഈ കാലത്ത് ഹല്ലേലൂയ പുരുഷന്മാരെക്കാൾ ധാരാളം കുടിക്കുന്ന സ്ത്രീകളുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ബൈബിളിലെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അനുഭവമാണ് പറയപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ അവൾ പറഞ്ഞു, ഞാൻ വീഞ്ഞോ മദ്യമോ കഴിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ സന്നിധിയിൽ എൻ്റെ സങ്കടം പകരുകയത്രേ ചെയ്തതെന്ന്. ആമേൻ. വീണ്ടും പുരോഹിതൻ പറയുകയാണ്, ആമേൻ, നീ ദൈവ സന്നിധിയിൽ കഴിച്ച അപേക്ഷ എന്തായിരുന്നാലും നിനക്കത് ലഭ്യമാകട്ടെ എന്ന് പറയുവാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അന്നുവരെ അവൾ കരയുമായിരുന്നു. അന്നുവരെ അവളുടെ മുഖം വാടിയിരിക്കുമായിരുന്നു. വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനുശേഷം ആമേൻ ഹല്ലേലൂയ അവളുടെ മുഖം വാടിയിട്ടില്ല, അവൾ കരഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ വചനം ശ്രമിക്കുന്ന ദൈവ പൈതലേ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിശുദ്ധ ആലയത്തിലാണ് ആയിരിക്കുന്നുവെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലാണ് ഇരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹങ്ങളെ ഹല്ലേലൂയ വാരി വിതറുന്ന അഭിഷേകത്തിന്റെ ഹല്ലേലൂയ കൈ കീഴിലാണ് ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണമേ, ഇന്ന് വരെയുള്ള സങ്കടങ്ങൾക്ക് ദൈവം ഒരു അറുതി വെക്കുകയാണ്, ഒരു അതിർവരപ്പെടുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? അവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് വരെ കരയുകയും കേഴുകയും ചെയ്യുന്ന വിഷയത്തിന് ദൈവം പരിഹാരം നൽകുന്ന ഒരു പകലാണ് ഈ പകൽക്കാലം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഉടമന റിഗബ ഷോരബ വൈഷോരബ റബ ഷോരബ വചനം പറയാ. ആമേൻ. അവൾ പിന്നെ കരഞ്ഞിട്ടില്ല.
യേശുവിന്റെ നാമത്തിൽ അവളൊരു തീരുമാനമെടുത്തു. ആമേൻ. യഹോവ എനിക്ക് എൻ്റെ സങ്കടം കേട്ട് ഒരു പുരുഷ പ്രജയെ തരികയാകുന്നുവെങ്കിൽ ഞാൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്കായി സമർപ്പിക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒരു വർഷം തോറും യഹോവയ്ക്ക് ഹല്ലേലൂയ ആമേൻ യഹോവയുടെ ആലയത്തിൽ പോകുകയും ആമേൻ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ആമേൻ 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 പിന്നത്തേതിൽ അവൾ പറഞ്ഞു, പൈതലിന്റെ മുലകുടി മാറിയിട്ട് ഞാൻ ഹല്ലേലൂയ പൈതലുമായി കടന്നു വരാമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു അനുഭവം ഈ വേദപുസ്തകത്തിലൂടെ നാം പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കണമേ ദൈവത്തിന്റെ പൈതലെ. ആമേൻ. ഹല്ലേലൂയ. നാം കരയേണ്ടുന്ന വിധത്തിൽ കരയുമെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, നാം ചോദിക്കേണ്ടുന്ന വിധത്തിൽ ദൈവത്തോട് ഇന്ന് പകൽക്കാലം ചോദിക്കുമെങ്കിൽ യഹോവ നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന ഒരു ദൈവമാണ് എന്ന് ഈ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആ ശമൂവേൽ ബാലനെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വയ്യാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യഹോവയുടെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്നു കിടന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പഴയ നിയമ കാലങ്ങളിൽ നിലവിളക്കിൽ എണ്ണയൊഴിച്ച് ആമേൻ ആലയങ്ങളിൽ തിരി തെളിയിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുക, ആമേൻ യഹോവയുടെ വിളക്ക് കെടുന്നതിന് മുൻപേ ശമൂവേൽ ബാലൻ ചെന്ന് കിടക്കുവാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ശമൂവേൽ ബാലനെ യഹോവ വന്നു നിന്ന് വിളിക്കുവാനിടയായി തീർന്നു. ശമൂവേൽ ബാലൻ അന്ന് വരെയും ദൈവ ശബ്ദം കേട്ടിട്ടില്ല. ആമേൻ. ദൈവം ആമേൻ ഉണ്ട് എന്നറിയാം, പക്ഷേ ദൈവത്തെ കുറിച്ച് മറ്റൊന്നും വലുതായി അറിയത്തില്ല. ദൈവത്തിന്റെ സ്വരം കേൾക്കാത്ത ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ വിളിയെ തിരിച്ചറിയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് ആമേൻ ഏലി പുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, അടിയനിതാ അടിയനെ വിളിച്ചുവല്ലോ എന്ന്. ഹല്ലേലൂയ. ആമേൻ. പുരോഹിതൻ പറയുന്നു, ആമേൻ അതെ ഞാൻ വിളിച്ചില്ല, ചെന്ന് കിടന്നുകൊള്ളുക എന്ന്. ഹല്ലേലൂയ. ഇങ്ങനെ 3 പ്രാവശ്യം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് അവനെ വിളിക്കുവാനിടയായി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആമേൻ. ഹല്ലേലൂയ. ഈ ഏലി പുരോഹിതൻ പറയുന്നു, യഹോവ ആമേൻ ഇനി നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞുകൊള്ളുവാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു ദൈവ പൈതലിന്റെ ആത്മീക കണ്ണ് മങ്ങി തുടങ്ങിയാൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദർശനങ്ങളുടെ ആഴം, ദൈവത്തിന്റെ വിളിയുടെ ആഴം, ദൈവ ശബ്ദത്തിന്റെ ആഴം അത് പലപ്പോഴും തിരിച്ചറിയുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ പൈതലെ. അത് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആദ്യം തന്നെ പറഞ്ഞേനെമായിരുന്നു, യഹോവയാകാം അരുളി ചെയ്തത് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എന്ന് പറയുമായിരുന്നു. എന്നാൽ അവിടെ വീണ്ടും വീണ്ടും ഈ ബാലനെ പുരോഹിതന്റെ അടുക്കൽ വന്ന് അടിയനിതാ അടിയനെ വിളിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു അനുഭവം അവിടെ കാണുകയാ ദൈവ പൈതലെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ തിരുവചന അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നു, അവരുടെയെങ്കിലും കണ്ണുകൾ മങ്ങി തുടങ്ങിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മീക ദർശനത്തിന് വേണ്ടി, ആത്മീക കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി ഉണർന്നുകൊള്ളുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ആഴമായി വിളിച്ചു പറയുകയാണ്. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം ആമേൻ കാതുകളിൽ മുഴങ്ങാതെ വണ്ണം, ദൈവ ശബ്ദം നിങ്ങളെ മാടി വിളിക്കാതെ വണ്ണം, ദൈവത്തിന്റെ ഇൻപസ്വരം തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആത്മീക മണ്ഡലം മറപറ്റി കിടക്കുന്നുവെങ്കിൽ, കറ പിടിച്ച് കിടക്കുന്നുവെങ്കിൽ, ഇരുളടഞ്ഞ് കിടക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാല വചനം വിളിച്ചു
യഹോവ വിളിച്ചത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. ഏലി പുരോഹിതന്റെ മക്കൾ, ആമേൻ ഹല്ലേലൂയ, ദൈവ വഴികളെ വിട്ട്, പുരോഹിതന്റെ മക്കൾ ദൈവ വഴികളെ വിട്ട് ആമേൻ മ്ലേച്ഛതയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഈ ശമൂവേൽ ബാലനോട് പറയുവാനാണ് യഹോവ തന്നെ വിളിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കേൾക്കണമേ ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന് ഹല്ലേലൂയ മുഖപക്ഷമില്ല. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. തക്ക സമയത്ത് അടിക്കേണ്ടുന്ന നിലകളിൽ ആമേൻ ഹല്ലേലൂയ അടിച്ചില്ല എങ്കിൽ പാപത്തിന്റെ വഴികളിലേക്ക് കടന്നു പോകുമെന്നുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടി ഇന്ന് പകൽക്കാലം വചനം പറയുകയാണ്. നിങ്ങൾ ഏത് വഴിയിൽ പോയാലും കാണുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ വഴി ഹല്ലേലൂയ നിരപ്പാകുന്നു പോയെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചികഞ്ഞ് പരിശോധിക്കണമെന്ന് ആത്മാവിടപെടുകയാ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഓരോലോ ശോരമനവൽസ് യുഡബല റിഗബൽശോരബ വൈശോരബ യുഡമന റിഗബ വൈശോരബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ 9-ാം വാക്യം പറയുക. ഏലി ശമൂവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തന്റെ സ്ഥലത്തു ചെന്നു കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ എന്ന് വിളിച്ചതിന് ശമൂവേൽ ആമേൻ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. 12-ാം വാക്യം പറയുന്നു, ഞാൻ ഏലിയുടെ ഭവനത്തെ കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ അത്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ട് അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്കണമേ, ഹല്ലേലൂയ. ഒരു കുഞ്ഞു ബാലനിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന കുടുംബത്തിന് വേണ്ടി ദൈവാലോചന കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കപ്പെടുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഒരു കുഞ്ഞു ബാലനോടെ ആമേൻ ഹല്ലേലൂയ, കുഞ്ഞു ജനിക്കുന്നതിന് മുൻപേ, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ യഹോവയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്ത ഹന്നയുടെ കുഞ്ഞിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വചനം പറയാണ്, ഏലി പുരോഹിതന്റെ മക്കളുടെ ജീവിത ശൈലിയെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു കർത്താവാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ മനസ്സിലാക്കുന്നു ഇന്ന് പകൽ വേളയിൽ ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നാം ചെയ്യുന്ന വലുതും ചെറുതുമാകുന്ന പ്രവൃത്തി ആമേൻ കാണുന്നത് ദേശമല്ല, ദേശവാസികളല്ല, അതിന് മുന്നമേ കാണുന്ന എന്റെ ദൈവമുണ്ട് എന്ന് എത്ര പേർ മനസ്സിലാക്കുന്നു? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ യഹോവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും യഹോവയ്ക്ക് വേണ്ടി സുഷ്കാന്തിയോടുകൂടെ ജാഗരിപ്പാനും തക്കവണ്ണ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാകട്ടെ, ഒരു വാഞ്ചയുണ്ടാകട്ടെ, ഒരു ദാഹമുണ്ടാകട്ടെ, ഒരു പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിൽ ഉളവായി വരുമാറാകട്ടെ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഭവനത്തെ കുറിച്ച് ഞാൻ വരുത്തുമെന്ന് പറഞ്ഞ സകല പ്രതിസന്ധികളും വരുത്തുമെന്ന് ഈ വചനം വിളിച്ചു പറയുക. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, താങ്ക് യു ജീസസ്. ആമേൻ. ദൈവ പൈതലേ, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരിക്കാമെന്ന് തീരുമാനമെടുത്താൽ ഹല്ലേലൂയ, ആമേൻ, അത് ഇരിക്കുക തന്നെ വേണം. ഹല്ലേലൂയ, ആമേൻ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതിനൊരിക്കലും വിള്ളൽ വരുത്തരുത്, കോട്ടം വരുത്തുവാൻ പാടില്ല, പരാജയം വരുത്തുവാൻ പാടില്ല. നമ്മുടെ ആത്മീക കണ്ണുകൾ മങ്ങിപ്പോകുവാൻ അത് മുഖാന്തരമായി മാറും. ഹല്ലേലൂയ. 16-ാം വാക്യം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. എലി പുരോഹിതൻ ചോദിച്ചു, അതേ പൈതലേ, ഹല്ലേലൂയ, മകനെ, യഹോവ നിന്നോട് അരുളി ചെയ്തത് എന്താണെന്ന് പറയുക എന്നൊക്കെ പറയുവാനിടയാ. അവനത്
പറയുവാൻ തക്കവണ്ണം വളരെ ശങ്കിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഈ 16 വരുമ്പോൾ പറയുന്നു, ആമേൻ, പ്രൈസ് ഗോഡ്, ഏലി ശൗമേലിനെ വിളിച്ചു, ശൗമേലെ മകനെ എന്ന് പറഞ്ഞു. അടിയൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിനക്കുണ്ടായ അള്ളപ്പാടി എന്ത്? എന്നെ ഒന്നും മറക്കരുതേ. നിന്നോട് അരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആമേൻ ശൗമേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. ഹല്ലേലൂയ. അങ്ങനെ ശമൂവേൽ ആമേൻ സകലതും ആമേൻ അവനെ അറിയിച്ചു, ഒന്നും മറച്ചതുമില്ല. ഹല്ലേലൂയ. നാം ഒരു ദൈവാലോചന ആമേൻ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ഒരു ദർശനം കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ആമേൻ പ്രിയ ദൈവത്തിന്റെ പൈതലെ, നാം അതിൽ ഒരു പോയിന്റ് മറച്ചാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അത് വിടുതന്നെ തടസ്സമാകും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ശൗമേൽ ബാലന്റെ അനുഭവമല്ല പറയുന്നത്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നാം കാണുന്ന വെളിപ്പാടിന്റെ ഒരു പോയിന്റ് നാം മറച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതിന് ഹല്ലേലൂയ വിടുതൽ സംഭവിക്കത്തില്ല. ഞാനിപ്പോൾ പലപ്പോഴും കേൾക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഒരു കാഴ്ചപ്പാട് കൊടുത്താൽ അതിന്റെ പകുതി പറയും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം പറയും, വീണ്ടും അതിനെ അവിടെ കട്ട് ചെയ്യും, വീണ്ടും അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ഒരു ഭാഗം പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇല്ല ദൈവത്തിന്റെ പൈതലേ, ഒന്നും മറക്കാതെ വേണമെന്ന് പറയുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ക്ഷണത്തിൽ അതിന്റെ വിടുതല ആമേൻ ഇറങ്ങി വരുവാനിടയായി തീരും. ക്ഷണത്തിൽ അതിന് പ്രതിഫലമുണ്ടാകുവാനിടയായി തീരും. ക്ഷണത്തിൽ അതിന്റെ മേൽ ദൈവ പ്രവൃത്തി ഇറങ്ങി വരുവാനിടയായി തീരും. ഇന്ന് പകൽ ഹല്ലേലൂയ, ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നന്മയായാലും തിന്മയായാലും ദൈവം തരുന്ന ആലോചനകളെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനൊരു പൂർത്തീകരണം കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിടുതൽ ആ ക്ഷണത്തിൽ വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ. നാം അതിനെ കട്ട് ചെയ്ത്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കമ്പ്യൂട്ടർ ചില ഭാഗങ്ങളെ കട്ട് ചെയ്ത്, ഹല്ലേലൂയ, മാറ്റർ ക്രമീകരിക്കുന്നത് പോലെ നാം ചെയ്തു കഴിഞ്ഞാൽ ആ വിടുതലുകൾ തടസ്സമായി നിൽക്കുവാനിടയായി തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം തരുന്ന ആലോചനകളെ നാം വളരെ ഹല്ലേലൂയ, ആമേൻ, ഗൗരവത്തോടുകൂടെ, ഭയഭക്തിയോടുകൂടെ, ആമേൻ, ദൈവകൃപയോടുകൂടെ, ദൈവാത്മാവിൽ നിന്നും കൈക്കൊണ്ട് അത് ഉള്ളതുപോലെ പ്രസ്താവിപ്പാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. മറ്റാരും നമ്മെ മാനിച്ചില്ല എങ്കിലും, മറ്റാരും നമ്മെ സ്വീകരിച്ചില്ല എങ്കിലും, മറ്റാരും അത് കൈക്കൊണ്ടില്ല എങ്കിലും, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇവിടെ ശൗമേൽ ബാലനെ വിളിച്ചൊരു യഹോവയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യഹോവ നമ്മെ കാണുന്നു എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഓറമാന ബാരി ബക്ഷാരബ. വചനം പറയുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓറമാന ബാരി ബക്ഷാരബ. ഓരോ ലോക്ഷാരി ബാരി ബക്ഷാരബ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതിന്റെ ആമേൻ 19 വാക്യം പറയുകയാണ്, എന്നാൽ ശൗമേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, നോക്കണമേ, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ യഹോവ ഇടവരുത്തിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഒന്നും നിഷ്ഫലമായി പോകത്തില്ല. അത് നാൾതോറും അത് വളർന്നുകൊണ്ടിരിക്കും, നാൾതോറും അത് തൊട്ടിട്ടുകൊണ്ടിരിക്കും, നാൾതോറും അത് തിളിരി വെച്ചുകൊണ്ടിരിക്കും, നാൾതോറും അത് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. ദൈവത്തിന്റെ പൈതലേ, ദൈവവചനത്തെ നാം ആലിംഗനം ചെയ്യണം, ദൈവവചനത്തെ നാം സ്വാഗതം ചെയ്യണം. ആമേൻ. വചനം ദൈവമാണ്, ഹല്ലേലൂയ, എന്ന് പറഞ്ഞു നാം ഉൾക്കൊള്ളണം. ഹല്ലേലൂയ. വചനം അയച്ച് വിടുവിക്കുന്ന യഹോവ എന്നയുടെ വചനം പറയുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വചനം, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളറകൾ വീഴുമെങ്കിൽ കേട്ടുകൾ പൊട്ടിപ്പോകുവാനിടയാകും, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാനിടയാകും, മുഖങ്ങൾ തകർന്നു പോകുവാനിടയാകും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ വിളക്ക് കെട്ടുപോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ലോകക്കാർ നമ്മുടെ വിളക്കിനെ അണയ്ക്കുവാൻ നോക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, ലോകക്കാർ നമ്മുടെ വിളക്കിനെ കരുന്തിരി പിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, നിന്റെ വിളക്ക്, ഹല്ലേലൂയ, അത് ജ്വലിക്കട്ടെ, അനേകർക്ക് പ്രകാശം പരത്തട്ടെ,
ഇന്ന് പകൽ എത്ര പേർ ഹല്ലേലൂയ വചനത്തിൽ വിശ്വസിക്കും. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഷോമേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ ഏലിയുടെ മുൻപാകെയാണ് ശുശ്രൂഷ ചെയ്തു പോകുന്നത്. പക്ഷേ അവനിൽ ദൈവപ്രസാദം വെളിപ്പെട്ടു. ചെയ്തത് ഏലിക്ക് വേണ്ടിയല്ല. ആമേൻ. ഏലിയുടെ കീഴിൽ ചെയ്തുവെങ്കിലും അത് യഹോവയുടെ നാമത്തിലാ ചെയ്യപ്പെട്ടത്. യഹോവയുടെ സന്നിധിയിലാ അവനെ സമർപ്പിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് ഈ നാളുകളിൽ യഹോവയുടെ സന്നിധിയിൽ ആമേൻ നിൽക്കുന്ന ഒരു ദൈവ പൈതല് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് ഒരിക്കലും കരുതുവാൻ പാടില്ല. ദൈവനാമത്തിൽ ചെയ്യുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ കൽപ്പന പ്രകാരം ചെയ്യുന്നു. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളിക്കൊത്തവണ്ണം എന്നെ തരുന്നു, അതിനൊത്തവണ്ണം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. എങ്കിൽ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങളുടെയും എന്നെയും കുടുംബതലങ്ങളിൽ വരുന്ന അനർത്ഥങ്ങള്, പ്രതികൂലങ്ങളെ കുറിച്ച് കർത്താവ് സ്പഷ്ടമായിട്ട് ആമേൻ ഇടപെടുവാനിടയായി തീരും. ആമേൻ. അവൻ മനസ്സലിവാനിടയാകും. അതിന്റെ ഹല്ലേലൂയ ദൈവ വിജയം കൽപ്പിക്കുവാനിടയായി തീരും. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച വിട്ട കാലം ഹല്ലേലൂയ തിങ്കളാഴ്ചയുടെ പ്രഭാതത്തിൽ 2 ഹല്ലേലൂയ പ്രതിസന്ധികളെ കർത്താവ് ഉണർത്തിച്ചു. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്നല്ല തന്റെ കുഞ്ഞുങ്ങളെ ദൈവം അതിഭദ്രമായി വിടുവിച്ചു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടി കരുതുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരുന്നവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനത്തെ പ്രസ്താവിപ്പാൻ അരുളി ചെയ്തുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്ന് ഒറകളിലേക്ക് വെളിച്ചം ഉദിപ്പിക്കുന്ന പകലാണ്. കരുന്തിരി കത്തിയിരിക്കുന്ന ഉള്ളറകളെ ആമേൻ ജ്വലിപ്പിക്കുന്ന ഒരു പകലാണ്. ആ ജ്വലനത്തിന് വേണ്ടി എത്ര പേർ ദൈവകരങ്ങളിൽ നിങ്ങളെ കൊടുക്കും. അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തിയോടുകൂടെ ആമേൻ അത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ കൊടുക്കുക. ദൈവം നമ്മെ അതിനായി നയിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് പൊതിയുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.